ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധേ വാസിഷ്ഠായ നമോ നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തേ. ഓം ഗംഗണവതീ നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധുർഭവതു മേ സദാ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വെല്ലവും പാൽക്കുഴമ്പും പഞ്ചസാരയും തേനും വെള്ളിത്താലത്തിലുണ്ട് വെച്ചിരിക്കുന്നു ബാലെ. എല്ലാമേ പൂജിച്ചു നിന്മാനസം തെളിഞ്ഞിടൻ നല്ല സൽക്കഥ പറഞ്ഞിരണം കിളിപ്പെണ്ണേ. രാമമാഹാത്മ്യം പറഞ്ഞിരണം എന്നോട് നീ. രാമനാമത്താലല്ലോ മോക്ഷത്തെ പ്രാപിക്കുന്നു. കാൽക്ഷണം കാലം കളഞ്ഞിടാതെ ഭക്തിയോടെ മോക്ഷസാധനം രാമചരിതം കേട്ടുകൊള്ളുവിൻ. രാവണാദികളായ രാക്ഷസരെയും കൊന്നു ദേവകളാലും അഭിവന്ദ്യനാം രഘുനാഥൻ പുഷ്പക വിമാനവുമേറിച്ചെന്ന അയോധ്യയിൽ അത്ഭുത പരാക്രമവേഷ അഭിഷേകവും ചെയ്തു. കുംഭസമ്പന്നരുൾ ചെയ്തൊരു നിശാചര സംഭവം കേട്ടു തെളിഞ്ഞവരൊക്കെ അച്ചുടൻ മേദിനി പരിവാരച്ചനുജന്മാരുമായി മേദിനി ശ്രുതിയോടും കൂടി ലീലകൾ പൂണ്ട് വനക്രീഡയും ജലക്രീഡയും ചെയ്തു നിത്യം. ഹരേ രാമ 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 ഹരേ ഹരേ. ഉത്തരാമായണം ലവണാസുര വധ ഉദ്യമം. ഇങ്ങനെ മുനിവാക്യം കേട്ടു രാഘവൻ ചൊന്നാൻ, നിങ്ങളെ രക്ഷിപ്പൻ ഞാൻ ദുഷ്ടനെ വധിക്കുന്നു. പിന്നെ തന്നനുജന്മാരോട് അരുൾ ചെയ്തിരുന്നാൽ, ഇന്നിപ്പോൾ ഇവരോട് കൂടെയാർ പോകുന്നത് ഞാനത് ഇവനെന്ന് മുതിർന്നു ഭരതനും മാനിയാം. ശത്രുഘ്നം അന്നേരം മുര ചെയ്താൻ നിന്തിരുവടി വനവാസം ചെയ്തതു കാല മന്ദരമെന്നീ രാജ്യം പാലിച്ചതാരനല്ലോ. അഗ്രജൻ വനത്തിന് കൂടെ പോന്ന അനുദിനം ദുഃഖങ്ങൾ അനുഭവിച്ചിടിനാൻ. ഇവനെ ഒന്നും ചെയ്തില്ലടിയെന്നാലിത് വഴി പോലെ സാധിപ്പവരോട് കൂടെ പോയി ഞാനെന്നേറ്റം മോദേനെ പറഞ്ഞത് കേട്ടു രാഘവനപ്പോൾ സാദരം അരുൾ ചെയ്തു സോദരന്മാരോടേവം അങ്ങനെ തന്നെ ശത്രുഘ്നൻ പറഞ്ഞതുപോലെ മംഗലം വരുവാന ചെന്നു സാധിക്കുന്നാൻ. മധുപുത്രനെ താപസാജ്ഞ വധിച്ചു നീ മധുകാനനമൊരു രാജ്യമാക്കി കൊണ്ടധിപതിയായി വസിക്കണം അവിടേക്കതിന് ഞാനതുനാ ചെയ്തവൻ അഭിഷേകം എന്നറിഞ്ഞാലും. ഇത്തരം രഘുപതി ചെന്നൊരു വാക്യം കേട്ടു ശത്രുഘ്നൻ ഉര ചെയ്താർജവ സമന്വിതം. ജ്യേഷ്ഠന്മാരിക്കവേ സോദരൻ അഭിഷേകം വാട്ടമെന്നിയ ചെയ്യുക ധർമ്മമോ ചിന്തിക്കണം. നിന്തിരുവടി നിയോഗത്തെ ലംഘിച്ചിടാതെ സന്തതം വാണിടുവായി അനുഗ്രഹിക്കണം. ധർമ്മവിച്ഛേദം വരാ ഞാൻ ചൊല്ലുന്നതു കേട്ടാൽ സമ്മതമതു മഹാലോകർക്കെന്നറിഞ്ഞാലും. ശ്രീരാമനേവം ചൊല്ലി ശത്രുഘ്നനോടും യഥാതഥ പാരാതെ അഭിഷേകത്തിന് വാട്ടവും കൂട്ടി വസിഷ്ഠാദികളുമായി അഭിഷേകവും ചെയ്തു വസിച്ചു മുനികളുമായൊരു ദിനം തത്ര. പിറ്റേനാൾ ചെന്നു രാപവതരെ വന്ദിച്ചപ്പോൾ ഉറ്റവാനായ നിജ സോദരൻ തന്നെ ശീഘ്രം വത്സിച്ചേർത്ത് ആശ്ലേഷിച്ചു മൂർത്തിനി ചുംബിച്ചു തൻ്റെ ഉത്സവച്ചേർത്തു സന്തോഷിച്ചരുൾ ചെയ്തിടിനാൽ, കേൾക്ക നീ പണ്ടും അത് കൗരവന്മാരെ കൊൽവാനായിക്കൊണ്ടു നിർമ്മിച്ചോളൊരു അസ്ത്രമുണ്ടിതിന് നീ കൈകൊണ്ടിടുന്നത് കൊണ്ടാൽ മര്യാദ അവരില്ല മുഖ്യം എത്രയും പ്രയോഗിച്ചതെല്ലാരോടും ഞാൻ വിശ്വപ്രക്ഷോഭം വരുമെന്നുള്ള ഭയം കൊണ്ടു വിശ്വസംഹാരക്ഷമ എത്രയും തേജോമയം പൃഥ്വിശാസന മൂലം ധിക്കരിക്കരുതേതും ഹസ്തസംസ്ഥിത മല്ല ശൂലമെങ്കിലേ ചെന്നു യുദ്ധത്തിനെടുക്കാവോ ലവണൻ തന്നോട് എത്രയും എളുപ്പമുള്ളൂ ഒരു ഉപായത്തെ കേൾനീ. ആഹാരത്തിന് മാംസം അന്വേഷിച്ചുതിയേ പോയി ഗേഹത്തിലകം പൂവാനം അസ്തമിക്കുമ്പോൾ വരും. അതിനു മുമ്പേ ചെന്ന് ഗോപുരധാരത്തിങ്കലതിരോഷേണ നിന്നു തടുത്തു കൊള്ളുക വേണം. അകത്തു ബുക്കു ശൂലമെടുപ്പാ
അരുക്കെടുപ്പാനാ അയക്കരുതടുത്തു വന്ന് യുദ്ധം തുടങ്ങും. അതു നേരം വരുഷം വരും മുമ്പേ ഗംഗയും കടന്നുപോയി. പുരുഷാതമൻ തന്നെ വധിക്ക കുമാര നീ അതിനു 4000 അശ്വങ്ങൾ അത്ര തേരും അതുനാ 100,000 കാലാളും വേണ്ടുവോളും കൊണ്ടുപോയി കാക വേണമർത്താവ് എന്ന് നൃപൻ കൊണ്ടാടി പറഞ്ഞ ചീനായി അവനെയും അഗ്രജന്മാരെയും നമസ്കാരം ചെയ്തു. മുഖ്യാനുഭവത്തോടെ ജനനീ ജനത്തെയും വന്ദിച്ചു. വസിഷ്ഠാദി ഗുരുഭൂതന്മാരെയും വന്ദിച്ചു. മുഹൂർത്തലഗ്നം കൊണ്ട് പുറപ്പെട്ടാൻ കാഞ്ചനാതികളായ താവസന്മാരും അതിവാഞ്ചിയ രാമാജ്ഞ തെളിഞ്ഞു പുറപ്പെട്ടാർ. ഈശ്വരാനുഗ്രഹവും പ്രാർത്ഥിച്ചു. വാൽമീകി തൻ ആശ്രമത്തിങ്കൽ ചെന്നാരസ്തമിച്ചിടും നേരം സൽക്കാരം ചെയ്തു. മൃഷ്ടഭോജനം കഴിച്ചപ്പോൾ ഉൾക്കാമ്പു തെളിഞ്ഞിരിക്കും നേരം ശത്രുഘ്നും ചോദിച്ചാൻ ഇവിടെ പണ്ടാരോ യാഗം ചെയ്താദരിച്ചരുൾ ചെയ്താൻ വാൽമീകി മുനീന്ദ്രനും. സൗദാസചരിതം. മിത്രവംശോത്ഭൂതനായുണ്ടായ സൂദാസന പുത്രനാം മിത്രസഹനുണ്ടായാൽ സൗദാസനും മൃഗയാ കൗതുകം പൂണ്ടടവി തന്നിൽ പൊക്കും മൃഗസഞ്ചയം കൊന്നു പെരുമാറുന്നക്കാലം. 2 രാക്ഷസർ വനത്തിങ്കൽ ശാർദൂലങ്ങളായുണ്ടവ രണ്ടിലൊന്ന് കൊന്നിയത് സൗദാസനും. നിനക്കുമാപത്തു ഞാൻ വരുത്തിയിടും അവനെന്നു കനയ്ക്ക് രോഷം മൂണ്ടു പറഞ്ഞു മറ്റേവനും സൗദാസൻ. പിന്നെ സുദാസൻ മൃതയാന ശേഷം മേദിനീശ്വരനായി വാണിയിടുന്ന കാലത്തിങ്കൽ യാഗവും ചെയ്തിടിനാൽ വസിഷ്ഠ നിയോഗത്താൽ ആഗമിച്ചതു രാക്ഷസനിവിടെ രക്ഷസവിടെ വസിഷ്ഠനായി ഉപദംശത്തിനൊന്നും മാംസമുണ്ടാക്കിയിടുന്നു നൃപനോടുര ചെയ്തു മറഞ്ഞു രാക്ഷസനും. നിറഞ്ഞ മോദത്തോട് മാംസമുണ്ടാക്കിയിടുവാൻ പറഞ്ഞു നൃപേന്ദ്രനും പാചകൻ തന്നോടപ്പോൾ. ആമിഷകർത്താവുതൻ വേഷമാനിശാചരൻ ആമിഷം കൊടുത്തതു മാനുഷം അതു നേരം സുതനും വസിഷ്ഠനും സാദരം വിളമ്പിനാൽ ക്രോധം ഉൾക്കൊണ്ട് ശപിച്ചിടാൽ വസിഷ്ഠനും മാനുഷമാംസം ഭക്ഷിയിടുമോ ബ്രാഹ്മണൻ ഞാൻ മാനവശ്രേഷ്ഠ ഭവാൻ അതിലാനിലെ മേലിൽ മർത്യ മാംസവും ഭക്ഷിയുടെ അടവീത്തലം തോറും നിത്യവും നിശാചരനായി സഞ്ചരിക്കണം. ശാപത്തെ കേട്ടു നൃപൻ കാരണം തിരഞ്ഞപ്പോൾ ആപത്തിൻ മൂലമെല്ലാം അറിഞ്ഞു. ഒരനന്തരം രാക്ഷസൻ ചതിച്ചതെന്നറിഞ്ഞു വസിഷ്ഠനും. വേദജ്ഞന്മാർ വാക്കുകളെ സത്യമായി വന്നിടാ 12 സംവത്സരം കൊണ്ട് തീരുക ശാപം മന്നവ. രാക്ഷസനായി വായുമ്പോൾ ചെയ്യും കർമ്മം പിന്നെ ഒന്നുമേ തവ തോന്നുകയില്ല താനും. ശാപവും 12 കൊണ്ട് തീർന്നോരു ശേഷം ഭൂപതി പ്രവരനായി വന്നിത് സൗദാസനം. വന്നവൻ ചെയ്ത യാഗഭൂമിയെ തിരഞ്ഞാലും എന്ന് ശത്രുഘ്നൻ തന്നോരഴി ചെയ്തു മുനി. നാമിനി ഉറങ്ങുക നാഴികയൊട്ടു ചെന്നു യാമിനി അതു നേരമല്ലാരും ഉറങ്ങിനാർ. അർദ്ധരാത്രിക്ക് വന്നു വാൽമീകി തന്നോടപ്പോൾ എത്രയും സന്തോഷിച്ചു ചൊല്ലിനാനൊരു ശിഷ്യൻ. മൈഥിലി പെറ്റാളിപ്പോൾ എത്രയും തേജസ്സോടും പൈതങ്ങൾ ഇരുപേരുണ്ടറിക തപോനിതേ. ശത്രുഘ്നതു കേട്ട് സന്തോഷം പൂണ്ടാനേറ്റമുത്തായ വാൽമീകി തൻ ജാതകർമ്മം ചെയ്താൻ. നാരായണം. ലവണാസുരവധം. പ്രത്യുഷത്തായ ശത്രുഘ്നം വാൽമീകി നത്വാ യാത്രയുമയച്ചുടൻ നടകൊണ്ടാൽ കാളിന്തി തീരം ബുക്കുതാവസാശ്രമങ്ങളിലാനന്ദം മൂട് വസിച്ചീണർ. പടയോടും താപസേന്ദ്രന്മാർ പറയും പുരാണങ്ങൾ കേട്ടു താപവുമകന്നീരും നേരം ചോദ്യം ചെയ്ത ശിവനാൽ ദത്തമ ശൂലം കൊണ്ടാരാനെയും രവണൻ വധിച്ചുവാറുണ്ട് ചൊല്ലുക വേണം എന്നത് കേട്ട് മുനി ശ്രേഷ്ഠമരുളി ചെയ്തു. മുന്നം മാതാതാവായ ഭൂപതി കുലശ്രേഷ്ഠൻ വിക്രമം കൊണ്ട് ഭൂമി മണ്ഡലം അടക്കിനാൽ സ്വർഗവും അടക്കി വാഴേണമെന്നൊരും പെട്ടാൽ ശക്രനും അതു കേട്ടു ഭൂപതിയോട് ചൊന്നാൻ. ശക്യം എത്രയും ഭവാൻ ഭാവിച്ചതു വന്നം അവനി തന്നിൽ മധുവനാം ദേശേ വാഴും ലവണൻ തന്നെ ഭവാൻ സമരേ ജയിച്ചിതോ. മാന്താതാവതു കേട്ടു ലവണൻ തന്നെ വെൽവാൻ കാന്താരെ വന്ന് യുദ്ധത്തിനായി വിളിച്ചിതു. ശൂലാഗ്നി ജാലയാലേ ദഗ്ധനായിരുന്നു ധ്രുവൻ. കാലാരിയുടെ ശൂലം എത്രയും പേടിക്കണം. ഇത്തം താപസവാക്യം കേട്ടുടൻ ശത്രുഘ്നും പ്രത്യുഷസിംഗൽ കൃതകൃത്യനായി പുറപ്പെട്ടാൻ. ആഹാരം തേടിപ്പോയി ലവണനെന്നറിഞ്ഞ ആഹവത്തിനു ചെന്നു ഗോപുരദ്വാരവുക്കാൻ. മധ്യാനെ വന്നു മധുപുത്രനതു നേരം ശത്രുഘ്നൻ തന്നെ കണ്ടു നിന്ന് ലവണനും
ചാപവാണങ്ങളോട് ശത്രുഘ്നൻ തന്നെ കണ്ടു സാപഹാസം ചൊല്ല മധുപുത്രമേവം മുന്നവും എന്നെ കൊൽവാൻ വന്നിതു പല നിർഭർ തന്നുടൽ തന്നു മമ നാക്ക ലോകവും പുക്കാർ ഇന്നു കിട്ടിയ മാംസം പോരാഞ്ഞുണ്ടുള്ളിൽ കേടും നിന്നെയും തിന്നാൻ വിശപ്പെല്ലാമേ അടങ്ങിയിടും. ഇത്തരം കേട്ട് കോപം വർദ്ധിച്ചു നിൽക്കുന്നോരു ശത്രുഘ്നൻ തൻ്റെ നോക്കിക്കൂടാതെ തേജസ്സോടും മധ്യാന മാർത്താണ്ഡം തൻ മണ്ഡലം എന്ന പോലെ സിദ്ധഗന്ധർവാദികൾ വിസ്മയപ്പെട്ടു നിന്നാർ. ശത്രുഘ്നോട് മധുപുത്രമുര ചെയ്താൽ യുദ്ധത്തിനായിക്കൊണ്ട് നീ വന്നുവെന്നാലി നിന്നാലും അത്ര ഭവാനര നാഴിക നേരം ചെന്നു ഞാൻ ആയുധവും ധരിച്ചു വന്നിടുവൻ എന്നാൽ നിർഭേദമെല്ലാം അടക്കിയിടുവനെന്നു ചൊന്നവൻ തന്നോടാശു ശത്രുഘ്നൻ ഉര ചെയ്താൽ ദുഷ്ടരെ കണ്ണിൽ കണ്ടാലേക്കെന്നുള്ളതില്ല നഷ്ടമാക്കാതെ ഏതു ത്രിപുര നില്ലൊരു വിനാഴിക നേരം നീ എന്നാൽ നിന്നെ സ്വർലോകത്തിന് തന്നെ യാത്രയാക്കിയിടാമല്ല. ശത്രുഘ്നവാക്ക് ക്രുദ്ധനാം നക്തഞ്ജനദ്രി പാഷാണ വൃക്ഷവൃന്ദത്താൽ പ്രഹരിച്ചാൻ അസ്ത്രങ്ങൾ കൊണ്ട് ഖണ്ഡിച്ചിടാവയെല്ലാം ശത്രുഘ്നൻ പിന്നിരെ കുന്നായക ദത്തമസ്ത്രം ഭക്തി കൊണ്ട് ജപിച്ചയച്ചാൻ അതു നേരെ മൂത്തമാങ്കവും മുറിച്ചിടുന്നാൽ ജിതശ്രമം പൃഥ്വിയും പിളർന്നു പോയ അബ്ദിയിൽ മുഴുകി തൻ ഉത്തമ തോണി തന്നിൽ പൊക്കിത് വിശികവും യമുനാ തീരസ്ഥമാരാകിയ മുനികളുമിതാ അമിതാനന്ദം കൊണ്ട് വസിച്ചാരെല്ലാവരും 4 വത്സരം കൊണ്ട് ശത്രുഘ്നൻ മധുവന മാലയങ്ങൾ പരിപൂർണമായി തീർന്നാനല്ലോ. കോട്ടയും ഗോപുരങ്ങൾ മതിലും കിടങ്ങുകൾ ഗോഷ്ടങ്ങൾ ദേവാലയം ചാതുർവർണ്ണ്യാലയങ്ങൾ യമുനാ തീരസ്ഥലെ മധുരാപരിനൂന അമരാപുരിയിലും ഏറ്റമായി ശോഭിക്കുന്നു. തത്രൈവ ചിരകാലം വസിച്ചു ശത്രുഘ്നനും മിത്രവർഗത്തെ കാൺമാനായിക്കൊണ്ട് പുറപ്പെട്ടാൻ സ്വൽപസൈന്യനായി നിജ താപസ ജനത്തോട് മൂൽപ്പന്നാനന്ദ വാൽമീകി ആശ്രമം പൊക്കിനാൽ സൽക്കാരം ചെയ്തു മുനിമുഖ്യനാം വാൽമീകിയും മുഖ്യഭോഗേന നശിച്ചു വസിച്ചു മുനിയുമായി പ്രത്യുഷത്തായ മധ്യാനേ ചെന്ന് അയോധ്യയിൽ വ്രതമോദേന ബുക്കാരാവാദാബ്ജങ്ങളിൽ നാത്വാ പൂർവജന്മാരെ വന്ദിച്ചാൽ ഭക്തിയോടെ ചിത്താനന്ദേന പുണർന്നീടിനാറുകളും മാതാക്കന്മാരെ വന്ദിച്ചാദര പൂർവമൻ ഖേദവും കളഞ്ഞവരാശീർവാദം ചെയ്താർ. മധുനന്ദനൻ തന്നെ വധിച്ച പ്രകാരവും മധുരാപുരം തത്ര തത്വരം തീർത്തവാറും രാമചന്ദ്രനെയും മറ്റുള്ളവരെയും കേൾപ്പിച്ചാമോദം പൂണ്ടു വസിച്ചിടാൽ ചില ദിനം രാഘവൻ തിരുവടി അരുളി ചെയ്താൽ പിന്നെ വൈകാതെ പോക വേണം മധുരാപുരിക്കു നീ എന്നതു കേട്ട നേരം ശത്രുഘ്നൻ ഉര ചെയ്താൻ എന്നോടിത്തമരുൾ ചെയ്യരുതിനേതും നിന്തിരുവഴി തന്നെ പിരിഞ്ഞാൽ പൊറുക്കയില്ല അന്തനാമടിയനു കാരുണ്യവരാനിതേ. ഇത്തരം വാക്കുകേട്ട് രാഘവൻ അരുൾ ചെയ്താൽ എത്രയും ബാലൻ തന്നെ നീ എന്നു ധരിച്ചോർ ഞാൻ എത്രയും പ്രയാസം ചെയ്ത് ഉണ്ടാക്കി തീർത്ത രാജ്യം വ്യർത്ഥമാക്കരുതെന്നു നിന്നുള്ളിലുണ്ടാക്കേണമെന്നെയും മധ്യ വന്നു കണ്ടിട്ടാമല്ലോ പിന്നെയും ചെന്നു പോന്നും ഇരിക്കാമറിക നീ അർത്ഥവും പുരുഷാകാരത്തോടും കൂടി നിനക്ക് എത്രയുണ്ട് അപേക്ഷ എന്നാൽ അത് കൊണ്ടുപോക എന്നരുൾ ചെയ്തു പുണർനയച്ചാൻ അനുജനെ ചെന്നുടൻ മധുരയിൽ വാണിതു ശത്രുഘ്നനും. അക്കാലമയോധ്യയില്ലാമായൊരു വിപ്രൻ രക്ഷിച്ചു നിത്യം ഗൃഹസ്ഥാശ്രമം വഴി പോലെ ഉത്തമയായ തൻ്റെ ഗൃഹിണിയോടും കൂടി വർത്തിക്കും കാലം അവന് എത്രയും ആസ്തയോടെ പുത്രനുമുണ്ടായ അവനെ ആണ്ടുകാലം ചെന്ന് മൃത്യുലോകവും പോകാൻ എത്രയും കഷ്ടം പുത്രൻ്റെ ശവശരീരത്തെ എടുത്തുകൊണ്ടത്തൽ പൂണ്ടാലറി അവൻ അയോധ്യയിൽ അവൻ ഗോപുരദ്വാരത്തെങ്കിലിരുന്നു രാജാവിനെ താപേന പറഞ്ഞേറ്റം ദുഃഖിച്ചു കരയുമ്പോൾ നാരദ വസിഷ്ഠാദി മുനികളോട് രാമൻ നേരെ ചൊല്ലുവിൻ ഇതിൻ കാരണമെന്ന് ചൊന്നാൻ. ശംഭൂകനായ ശൂദ്രൻ തന്നെ തപസ് കൊണ്ടമ്മ ഈ ദേവാത്മജൻ മരിച്ചാൻ എന്ന് നൂനം ചെന്നവൻ തന്നെ വധിച്ചാലുടൻ ജീവിച്ചിടും നിർണയം ദ്വിജാത്മജൻ എന്നവരോട് ചെയ്താൻ ബാലകരുടെ ശവം തൈലദ്രോണിയിലിട്ടു പാലിച്ചു കൊള്ളുകയെന്നു രാഘവൻ
രാഘവൻ അരുൾ ചെയ്തു. പുഷ്പക വിമാനത്തെ സ്മരിച്ചാൻ അതു നേരം അപ്പോഴേ വന്നു ഇന്ന് വന്ദിച്ചു വിമാനവും ചാപബാണാദികളും ധരിച്ചു രഘുവീരൻ. ശോഭയേറിയിടും വിമാനോവരി കയറിപ്പോയി ദിക്കുകൾ മുന്നിങ്കലും അധർമ്മം കാണാനുടൻ തെക്കു ദിക്കിനു ചെന്ന നേരത്ത് കാണായി വന്നു. ചലനം കൂടാതെ കണ്ടരണ്യം തന്നിൽ നിജ തലയും കീഴായി തൂങ്ങി തപസ്സു ചെയ്തിടിനാൽ ഒരുത്തവനോട് ചോദിച്ചു രഘുവരൻ ഉത്തരേ തപോബലമുള്ളവനാരും നീയും എന്തു കൽപ്പിച്ചിങ്ങനെ തപസ് ചെയ്തിടുന്നു? ചിന്തിതം എന്തെന്ന് മുര ചെയ്യണം ഭവാൻ എന്നത് കേട്ട നേരം അവനും ദരിദ്രെ വന്ദിച്ചു ചൊല്ലിയിനാൽ നന്നുടെ പരമാർത്ഥം ശംഭുകനെന്നു നാമമായൊരു ശൂദ്രനഹം സവിദ്രുവനെ ധ്യാനിച്ചു കൊന്നു തപസ്സുമേ മോക്ഷം വന്നിടുവാൻ ആഗ്രഹിച്ചറിഞ്ഞാലും സാക്ഷാൽ നിന്തിരുവടി നൽകണം ആശുമാർഗം. അന്നേരം വാളാൽ തലപെട്ട് നിഗ്രഹിച്ചത് വന്നിത് ശംഭുകനും തന്നിയുടെ മനോരഥം ഭൂദേവകുമാരനും ജീവിച്ചാൻ അതു നേരെ മാതൃദേയന്മാർ പുഷ്പവൃഷ്ടിയും ചെയ്തിടാൻ ദേവേന്ദ്രൻ ഉച്ചയും കൊടുത്ത് ചൊല്ലിയിടാൽ പോവതിനുഴറുന്നു ഞങ്ങൾ എന്നറിക നീ കുംഭ സംഭവനാകും അഗസ്ത്യതബോധനൻ സംപ്രതി മഹാനിയമം തുടങ്ങിനാനതും പന്തീരാണ്ടുണ്ടു കാലം കൂടുന്നു തന്നെ. സന്തുഷ്ടമായിരുന്നു ഞങ്ങളും അതിനാലെ അവിടെ പോകേണമെന്നതിനാൽ ഉണർന്നു. കല്യാണാലയമാകും അഗസ്ത്യൻ തന്നെ കണ്ടാൽ നല്ലതു വന്നുകൂടും നിനക്കു നരപതേ. ശക്രനുമൊക്കെ തക്ക പോകെന്നു ചൊന്ന നേരം പുഷ്കരനയനും പുഷ്പകമേറിയിടിനാ ദേവകളോടും അഗസ്ത്യാശ്രമം പുക്കിയിടിനാ ദേവേന്ദ്രാദികൾ തമ്മെ പൂജിച്ചു മുനീന്ദ്രം. നാഗലോകവും പുക്കാർ ദേവകളതു കാലം രാഘവൻ അഗസ്ത്യനെ നമസ്കാരവും ചെയ്താൽ എത്രയും നന്നായത് വന്നിരുന്ന് അരുൾ ചെയ്തു ഭക്തി കൊണ്ട് പൂജിച്ചിടാൽ മുനീന്ദ്രം. വിപ്രസന്താപം തീർക്കാൻ ശംഭൂകൻ തന്നെ കൊന്നു. പുഷ്പകമേറി ഭവാൻ വന്നിട്ടുണ്ടവയെല്ലാം വൃത്താരി പറഞ്ഞു ഞാൻ മുന്നമേ ധരിച്ചിതു. ചിത്തത്തിൽ സദാകാലം കാണുന്നേൻ ഭവാനെ ഞാൻ. എത്രയും സുഖം വന്നു കണ്ടതിനാലേ പുനരത്ര വസിക്കണം ഞാനുമായി ഇന്നു ഭവാൻ. സൽപുരുഷന്മാരെ കണ്ടെത്തുവാൻ പണിയല്ലോ പുഷ്പകമേറി നാളെ പോയിക്കൊള്ളാം പുലർക്കാലെ. ഇത്തരം അരുൾ ചെയ്തു പിൽപ്പാട് ചൊന്നു മുനി ചിത്രമായിരപ്പൊരാഭരണം കണ്ടാലും നീ വിശ്വവിസ്മയകരം എത്രയും മനോഹരം വിശ്വകർമാവ് തന്നെ നിർമ്മിച്ചതെന്ന് നൂനം. ഈ ത്രിഭുവനത്തെങ്കിലും ധരിപ്പാനും ഉത്തമ പുരുഷൻ മറ്റാരുമില്ല നൂനം. നിനക്കു തന്നിടണമെന്ന് ഞാൻ മനക്കാമ്പിൽ നനച്ചു വസിക്കുമ്പോൾ വന്നിതു ഭവാനിപ്പോൾ എന്നരുൾ ചെയ്തു കൊടുത്തിടിനാൽ മുനീന്ദ്രർ വന്ദിച്ചു വാങ്ങിയിടിനാൽ മാനവ ശ്രേഷ്ഠൻ താനും നിന്തിരുവടിക്കു തന്നതാരവും എനിക്ക് അന്തരാത്മനി ധരിച്ചിടുവാനുണ്ടാഗ്രഹം. എങ്കിലോ കേട്ടാൽ നീ ഞാനിഹ ത്രേതായുഗേ ശങ്ക കൂടാതെ ചെന്നണ്ടകാവനം തന്നിൽ കാണായി വനമധ്യേ നിർമ്മല തടാകോമുനം മൂനം കൂടാതെ ഒരു ശവവും കണ്ടേതിൽ ഞാനൊരു മുഹൂർത്തം മാത്രം തത്ര നിൽക്കുന്നേരം കാണായി ആകാശാന്തേ ശോഭിച്ച വിമാനം തത്രേ വിഭൂഷണഭൂഷിത ശരീരനായി സിദ്ധ ഗന്ധർവ ദിവ്യന്മാരാൽ സേവിതനായി ആലവട്ടവും ദിവ്യ സ്ത്രീകൾ ആലസ്യവും തീരുമാറും അന്തമായി വീശുന്നതും വെൺകൊറ്റ കുടതൻ കീഴെത്രയും സുന്ദരനായി പങ്കജശരസമനായൊരു പുരുഷനെ കണ്ടു ഞാൻ നിൽക്കുന്നേരം പൊയ്കയിലിഴഞ്ഞതും കണ്ടൊരു ശവം തിന്നു ദേഹശുദ്ധിക്കു ചെയ്താൽ ഞാൻ അതുകൊണ്ട് ചോദിച്ചിടനവനോടോ മാനുഷ ശവമിതു ഭക്ഷിക്കയില്ലാരുമേ. എന്തൊരു കഷ്ടം ഭവാൻ ദേവസന്നിപനെന്നാൽ എന്തു കാരണം ശവ ഭക്ഷിപ്പാൻ ചൊല്ലിയിടണമെന്നത് കേട്ടു പറഞ്ഞിടാൻ എന്നോടവൻ. മന്നവൻ സുദേവനൊന്നുണ്ടായാൽ വൈതർവകൻ നന്ദന്മാരായവരുണ്ടായി വന്നു. മുന്നവൻ ശ്വേതനഹം മനുജൻ സുരതനും ജനകൻ മരിച്ച ശേഷം നൃപനായി വന്നേൻ ഞാൻ മനസ്സിൽ നിരൂപിച്ചേൻ. ചില നാൾ കഴിഞ്ഞപ്പോൾ നൃപത്വം കൊണ്ടും കാര്യമില്ല എനിക്കിനേതും തപസ് കൊണ്ടു ഗതി വരുത്തിക്കൊള്ളുക നല്ലോ എന്നു കൽപ്പിച്ചു രാജ്യം വാഴിച്ചു സുരതനെ. വന്നു ഞാൻ ഇപ്പോൾ തൻ തീരത്ത് പൊക്കീണേൽ സൽഗതി വരുവാനായി തപസ്സു ചെയ്തേൻ. ചിരം സ്വർഗവും പൊക്കീണേക്കാലം വിധിവശാൽ സ്വർഗേ ഭോഗങ്ങൾ അനുഭവിച്ചു വാഴും കാലം ദുഃഖവും മുഴുതിദാഹാരമില്ലായ്ക മൂലം ക്ഷുൽപിവാസാദികൾ കൊണ്ട് എത്രയും ദുഃഖിച്ചു ഞാൻ അബ്ജ സംഭവനോട് എന്ന് ചോദിച്ചു കൊണ്ടേൻ. സ്വർഗലോകത്തിലിങ്കലാഹാരമില്ലായ്വാൻ മുന്നം ദുഷ്കർമ്മം ചെയ്തിനെന്തെന്നറിഞ്ഞിതില്ലയോ
ആഹാരം എനിക്കെന്തെന്നരുളി ചെയ്തീണം ദേഹി ഭോജനം മമ കാരുണ്യവരാനിതേ എന്നത് കേട്ട് വിധാതാവ് അരുൾ ചെയ്തീണാൻ അന്നദാനം നീ ആർക്കും ചെയ്യാതെ നിന്റെ ദേഹം തന്നെ നീ ഭരിച്ചു തന്നെ കേളാഹാരവും ഇന്നു പൈതാഹമുണ്ടാവാൻ അതു തന്നെ മൂലം നിന്നുടെ ശവമുണ്ട് പൊയ്കയിൽ കിടക്കുന്നു തിന്നാലും അതു തന്നെ നിത്യവും ഇനി ഭവാൻ എത്രയും സാധുകരമായിരിക്കുകയും ചെയ്യും നിത്യവും തിന്നുന്തോറും നാശവും വരായല്ലോ അഗസ്ത്യമുനീന്ദ്രനെ കാൺമോളം തിൻക ശവമകൃത്യമിതു മതിയെന്നവൻ വിലക്കീടും എന്നരുൾ ചെയ്തു ദാതാപതിനാൽ അനേകനാൾ തിന്നേ ഞാൻ മമ ശവം ഇന്നേയോളോ വിവോ നിന്തിരുവടി തന്നെ കുംഭ സംഭവനെന്ന് ചിന്തിച്ചീടിനേനെ മറ്റാരാശ്രയമില്ല എന്നരുൾ ചെയ്ത മമ തന്നാനാഭരണമിരിയനേ തന്നു തൊട്ടുടന്നത്രേ മറഞ്ഞു ശാമതും നിർമ്മലൻ വിമാനവും ഏറിപ്പോയി സ്വർഗം ബുക്കാൻ ധർമാധർമ്മങ്ങൾ അറിഞ്ഞിടുവാൻ പണിയല്ലോ മനുഷ്യ മൃഗപക്ഷി ജാതികളാരുമില്ല കാരണമത് 100 യോജന വിസ്താരവും കണ്ടു ഞാൻ നിൽക്കുന്നേരം തന്ന ഭൂഷണം ഇത് കൊണ്ടലങ്കരിക്കെന്ന് കൊടുത്തു മുനീന്ദ്രൻ മാനവ വീരത് കേട്ട് ചൊല്ലേടിനാൽ കാരണം അതിലൊരു ജന്തുക്കളില്ലാഞ്ഞതിൻ കാരണം എന്നോടരുൾ ചെയ്യണമെന്ന നേരം ശ്രീരാമൻ തന്നോടതു മകസ്ഥനറിയിച്ചാൽ ദണ്ഡചരിതം അർക്കവംശത്തിൽ മുന്നമിക്ഷാകുമഹീപതി മുഖ്യനായുണ്ടായി വന്നാൻ അവന് തനയന്മാരുണ്ടായി 100 ജനം അവരിൽ ഇളയവൻ ദണ്ഡനെന്നറിഞ്ഞാലും അവന് മേലിലൊരു ദണ്ഡമുണ്ടായി വന്നിടുമെന്നത് മുന്നേ തന്നെ പണ്ഡിതനായ താതനറിഞ്ഞു വഴി പോലെ വിന്ധ്യാസാസുനിശതയോജന വിസ്താരത്തിൽ ബന്ധുരമായിട്ടൊരു രാജ്യം തീർത്താനല്ലോ അത്രയോ വാഴിച്ചു ദണ്ഡനെ ജനകനും നിത്യ സൗഖ്യേന വാണാൻ ശുക്രനെ ഗുരുവാക്കി പല നാൾ ചെന്ന കാലം ഒരു നാൾ ചൈത്രമാസി ബലവാൻ ശുക്രൻ തന്നെ കണ്ടു വന്ദിപ്പാൻ പോയാൻ പർണശാലാന്തേ വിളയാടി നിന്നിടുന്നൊരു കന്യക തന്നെ കണ്ടു കാമപീഡിതനായാൻ കന്യകയോട് നിജകാംക്ഷിതം പറഞ്ഞപ്പോൾ കന്യക താനും ചൊന്നാൾ അധർമ്മം ചെല്ലായിക നീ എന്നുടെ ജനകനെ പ്രാർത്ഥിച്ച നിനക്കവൻ തന്നീടുമെന്നെ എന്നാലില്ല വൈഷമ്യമേതും അന്യായ കർമ്മം അതുകൂടാതെ കാട്ടിയിടുകിൽ നിന്നെയും മുടിച്ചീടും എന്നുടെ താതന്യൂനമെന്നു കന്യക ചൊന്നത് ആദരിയാറെ പലാൽ കന്യക തന്നെ പിടിച്ചു പരാതവും ചെയ്താൽ പിന്നെ താൻ പുരത്തിന് വേഗേന നടകൊണ്ടാൽ കന്യക വിഷണയായ ആശ്രമോ വാന്തേ നിന്നാൾ വ്യാകുലം മൂണ്ട് നിൽക്കും പുത്രയെ കണ്ട് ശുക്രൻ ശോകരോഷേണ പറഞ്ഞിടാനതു നേരം ദണ്ഡനും പടയും ഭണ്ഡാരം നാട് വീടും വെണ്ണീറായി പോക പൊടി വർഷിച്ചേഴുന്നതും വ്യാപികാതീരസ്ഥലെ വാഴുക മകളെ നീ താപവും ഉണ്ടായി വരാം പൊടി വർഷത്താൽ ഏതും നാട്ടിൽ വാണിയിടും തിജ താപസന്മാരെയെല്ലാം നാട്ടിന് പുറത്താരു ദേശത്ത് വസിപ്പിച്ചാൽ താനും നാട്ടിന് പുറത്തമ്മാറു വാണിക്കൊണ്ടാൻ വാനവർഗോനും പൊടി വർഷിച്ചാണല്ലോ ദഷ്ടമായി ചമഞ്ഞ് ദണ്ഡനും നാടുമെല്ലാം പെട്ടെന്ന് വനമായി ചമഞ്ഞ് ദണ്ഡരാജ്യം ദണ്ഡകവനമെന്നു ചൊല്ലി എന്നതിൻ മൂലം ദണ്ഡരാജ്യത്തിലുള്ള ജനങ്ങൾ വസിച്ചേഴം ചൊല്ലുന്നു ജനസ്ഥാനം എന്നതും ധരിച്ചാലും ചൊല്ലിനേൽ ദണ്ഡനുടെ വൃത്താന്തമകിലവും സന്ധ്യാവന്ദനത്വകാലവും അടുത്തത് സന്തോഷം കൊണ്ട് കാലം പോയതോർത്തിയില്ലയോ ഫലമൂലാദികളും ഭുജിച്ചു രാത്രോ മുനി പല വൃത്താന്തങ്ങളും പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ മാർത്താണ്ഡോദയം കണ്ടു സന്ധ്യാനുഷ്ഠാനവും ചെയ്തു പാർത്ഥീവൻ അഗസ്ത്യപാദാംബുജം വണങ്ങിനാൽ യാത്രയും അയപ്പിച്ച് പുഷ്കം കരയേറി പേർത്തുവൻ അയോധ്യ പുക്കീണ ത്രിവേന്ദ്രനും കൈകേയി പുത്രയെയും സുമിത്രാസുതനെയും വൈകാതെ താൻ വൃത്താന്തങ്ങൾ കേൾപ്പിച്ചുടൻ ധന്യാത്മാരാകും അനുജന്മാരോടവനീശൻ പിന്നെയും ഗാഠം ഗാഠം പുറന്ന് ചൊല്ലിയിടിനാൽ അശ്വമേധ മാഹാത്മ്യം നിങ്ങളെന്നാത്മാവായതില്ല സംശയമേതും നിങ്ങൾക്കു വേണ്ടി തന്നെ രാജ്യവും പാലിക്കുന്നേൻ ഉണ്ടൊരു യാഗം ചെയ്യുവാൻ ആഗ്രഹമേതു നിങ്ങൾ ഖണ്ഡിച്ച് ചൊല്ലിയിടുവിൻ സാധ്യാസാധ്യവുമെല്ലാം മിത്രവും വരുണനും ചന്ദ്രവും വിത്തേശനും എത്രയും ലോകോത്തരന്മാരായാൽ കർമ്മം ചെയ്ത് നിന്തിരുവടി ചിന്തിച്ചാൽ ഒരു യാഗം ചെയ്യുവാൻ എന്തൊരു ദണ്ഡമെന്നു ഭരതൻ അരുൾ ചെയ്താൻ യാഗം ചെയ്തിടുന്നാകിലും അശ്വമേധം ചെയ്യണം യാഗങ്ങളെല്ലാറ്റിലും ഉത്തമം അശ്വമേധം എന്ന് സൗമിത്രി രഘുനാഥനോടുര ചെയ്താൽ പിന്നെ മറ്റതിനാരു കഥയും ഉര ചെയ്താൽ മുന്നമുണ്ടായതൊരു ദൈത്യേന്ദ്ര വൃത്താപിതൻ 300 യോജനയുണ്ട്
അത മുടല നിൻ വണ്ണവും മൂന്നൊന്നുണ്ട് കണ്ടോളും, വണ്ണവും മൂന്നൊന്നുണ്ട് കണ്ടോളും, ഭയങ്കരം ദണ്ഡമെന്നീ ശത്രുവിജയം ലഭിക്കാനായി ഉഗ്രമാ വണ്ണം അവൻ തപസ് തുടങ്ങിനാൽ വ്യഗ്രിച്ചു മറിഞ്ഞത് വാസവനിതനാലെ ത്രൈലോക്യമടക്കുവാൻ തപസൻ നേർത്തു ശക്രൻ പാലാഴിബുക്കു പത്മനാഭനെ സ്തുതിച്ച് ചെയ്തയിടനാൽ യോഗനിദ്രയുമുണർന്നരുളി ചെയ്തു നാഥൻ നായകനാക നായകൻ എന്നതു സങ്കടമെന്നീ വണ്ണം വൃത്തനാമസുരനെ നിഗ്രഹിച്ച് അമരന്മാർ കത്തൽ തീർത്തരുളെന്നു ദേവേന്ദ്ര ഉണർത്തിച്ചാൽ ഭക്തനാമവനെ ഞാൻ കൊൽകയിൽ എൻ്റെ ശക്തിയാ യുദ്ധം ചെയ്ത് സുരനെ നിഗ്രഹിച്ചാലും പോവാൻ താപസനായ തന്നോട് സ്ത്രീ വാങ്ങി ശോഭിച്ച വജ്രം വിശ്വകർമ്മ തീർപ്പിക്കുന്ന ഈ വജ്രം കൊണ്ട് സുരനെ നിഗ്രഹിക്കുകയും ചെയ്യാം വിശ്വര നായി സ്വർഗം പുക്കു വാഴുക ഭവാൻ ഇന്ദ്രനോടേ അരുൾ ചെയ്തോരു ശേഷം ഇന്ദിരാപതി യോഗനിദ്രയും തുടങ്ങിയാൽ വൃത്തനെ നാരായണൻ അരുൾ ചെയ്തതുപോലെ സുത്രാമ യുദ്ധം ചെയ്തു നിഗ്രഹിക്കുകയും ചെയ്ത നിത്യവും ബ്രഹ്മഹത്യാ പാപത്താൽ മഹേന്ദ്രനും നിദ്ര ആഹാരാദികളും വശമില്ലാതെയായി വൃന്ദാരകന്മാർ മുനിമാരുമായോർത്തു കൽപ്പിച്ചിന്ദ്രനെ കൊണ്ടു വാജിമേധവും ജയിപ്പിച്ച നാരികൾ രജസ്വലമായിരിക്കുന്നിടത്തും നീരിലേ നുരയിലും ബ്രഹ്മഘാതകെങ്കിലും ചൂതു സന്തതം പൊരുതിയിടും നരെങ്കിലും പാതകം നാലിടത്തും പകുത്തു നൽകിയിടിനാൽ ഇന്ദ്രനും വിശുദ്ധമായി വന്നത് സൂര്യലോകം തന്നേറ്റം അശ്വമേധം മറ്റുള്ള യാഗങ്ങളിൽ സുമിത്രാത്മജവാക്യം കേട്ടു രാഘവൻ ചൊന്നാൽ അമിത്രാന്തകനായ കർദമപുത്രി സുതൻ സൂര്യോസോമാന്യങ്ങൾ രണ്ടിനു മാധ്യായോരാര്യനാവിളൻ ഭൂമി പാലിച്ചു വാഴും കാലം മൃഗയാവിവശനായി ചെന്നിളാവൃത്തം പുക്കാൻ മൃഗശാപാക്ഷികളായി ചമഞ്ഞു പുരുഷന്മാർ നൃപതിനാനുമൊരു വനിതയായാനല്ലോ വിവിനാന്തരങ്ങൾ സഞ്ചരിച്ചിടും നേരം ബുധനും കണ്ടു നിജപവനെ വെച്ചുകൊണ്ടും ശരി കണ്ടവനെ സ്തുതിച്ചളവൻ ജഗന്നാഥൻ പ്രത്യക്ഷനായി ചൊന്നാലെ സാധ്യമല്ല ഭക്തിയാ പാർവതി തന്നെ സേവിച്ചു ഫലം വരൂ എന്നരുൾ ചെയ്ത ശേഷം ഈശ്വരി തന്നെ ചെന്ന് വന്ദിച്ചു സേവിച്ചോരളി ചെയ്തു ദേവി ഞാനിഹ പാതിവരം തരുവാൻ മഹാദേവൻ താൻ അനുഗ്രഹിക്കണം പാതിയുമെന്നേവരും നാരിയാം ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ മാസം പുരുഷനായേ വാഴ്ക ഭിന്നമായ ന്യായം ഇങ്ങനെ മാസം പ്രതി കലർന്ന് വാഴും കാലം മങ്കനിയായി വാഴുവാനുള്ള അവസ്ഥകൾക്കൊന്നും പുരുഷനായി വാഴുമ്പോൾ തോന്നുകയില്ലതാണ് വരവുമേവം കൊടുത്തിയിടിനാൽ ഭഗവതി ഗർഭമുണ്ടായി വന്ന ബുധബീജത്താൽ അപ്പോൾ അർഭകൻ പൂരൂരുവായുണ്ടാവാനായി പ്രസിദ്ധനായി സോമവംശത്തിങ്കിലേക്കാരാജാവും അവൻ ഭൂമിയും വാനോർ നാടുമടക്കി വാണാനല്ലോ സോമനന്ദനൻ പിന്നെ പാർവതാദികളായ മാമിനിമാരെയൊക്കെ വരുത്തി ചൊല്ലിയിടിനാൽ ശങ്കരശാപത്തിനാളിനാം നൃപേന്ദ്രനും സങ്കടമുണ്ടായത് തീർക്കണം നിങ്ങളെന്നു മേദിനീശ്വരനെ കൊണ്ട് അശ്വമേധം ചെയ്യിപ്പിച്ചു ഭൂദേശപ്രസാദവും വരുത്തി മുനീന്ദ്രന്മാർ ആശുഭൂപതിക്കു മോശം കെടുത്തരളിനാൽ ഈശ്വരൻ പ്രസാദിച്ചു വരവും നൽകിയിടാൽ ഭൂപതി അപൂർവ സ്നാനവും കഴിച്ചതു താപസന്മാരും പ്രീതി കൊണ്ടെഴുന്നള്ളിയിടിനാൽ എത്രയും മഹത്വമുണ്ട് അശ്വമേധത്തിനെന്നു പൃഥ്വീശൻ താനും അനുജന്മാരോട് അരുൾ ചെയ്തു. അശ്വമേധ യാഗം തതനു സൗമിത്രിയോട് അരുളി ചെയ്തു രാമൻ വിധിനന്ദനായ വസിഷ്ഠമുനിയെയും വാമദേവാദികളാം താപസേന്ദ്രന്മാരെയും ഭൂമിദേവന്മാരെയും ചെടുതി വരുത്തുക ഭൂമിപാലന്മാരെയും ഒക്കെ വരുത്തണം സാമോദം സുഗ്രീവാദി വാനരന്മാരെയും രക്ഷോ വീരന്മാരോടും കൂടി മൽഭക്തനാകും രക്ഷസാമ്പതി വിഭീഷണും വന്നീരണം ദിക്കുകൾ തോറും അശ്വം നടത്തി വന്നീടു നീ ലക്ഷ്മണ കാലമേതും വൈകരുതറിക നീ സുരമന്ദിരം പോലെ നൈമിക്ഷേത്രത്തിങ്കൽ ഭരതൻ തീർപ്പിക്കണം യാഗശാലയും ദ്രുതം ഭൂപതിമാർക്ക് വസിപ്പാനുള്ള ഗൃഹങ്ങളും താപസേന്ദ്രന്മാർ ഇരിപ്പാനുള്ള ഗൃഹങ്ങളും ചതുരംഗത്തൊരു വാണിയിടുവാൻ ശാലകളും സദനങ്ങളും നാനാ വർണികൾ ഇരിപ്പാനായി അങ്ങാടി തെരുവുകൾ വൈശ്യമന്ദിരങ്ങളും മംഗലഗൃഹങ്ങൾ വിദ്വാൻമാർക്ക് വസിപ്പാനായി പണ്ടാരം വായ്പാൻ അവരകം നിചിത്രമായി മണ്ഡപങ്ങളും മഹാസൗധ ഗോപുരങ്ങളും ധനധാന്യാദികളും കടത്തിവെച്ചിടുക മുനി വിപ്രാദികൾക്ക് ദാനം ചെയ്വതിനായി സുമന്ത്രാദി അമാത്യന്മാരരുൾ ചെയ്തവയെല്ലാം സാമോദം പ്രവർത്തിച്ചാരാനന്ദത്തോടെ രാഘവൻ ചതുരംഗവാഹിനിയോടും പുനരാകുലം കൂടാതെ കണ്ഠകിലവാദ്യത്തോടും ശോഭനമുഹൂർത്തേന പ്രസ്ഥാനം ചെയ്തു പരമാഭാഗോത്സവം ചെയ്യുന്നു. നൈമിഷക്ഷേത്രം ബുക്കാൻ തൽക്കാലേ മുനീന്ദ്രന്മാർ ഭൂദേവപ്രവരും
മുഖ്യന്മാരും നർത്തകന്മാരും വന്നാർ. ഞങ്ങൾ തങ്ങൾക്കുള്ളൊരു വിരുദും വാദ്യങ്ങളും മങ്ങാതെ ചതുരംഗമാകിയ സൈന്യത്തോടും തങ്ങളാലായ സൽക്കാരങ്ങളും എടുപ്പിച്ച് തുങ്കന്മാരായ മഹിപാലരും വന്നിടിനാൽ ആകുലമെന്നെ അവരേകനായനായ രാഘവൻ തന്നെ കണ്ടു കാച്ചു വെച്ച ശേഷം കൈകേയീ സുത സുമന്ത്രാദികൾ ബഹുമാനിച്ചേകൈക ഗൃഹം തോറും സൽക്കരിച്ചിരുത്തിനാൽ ഭോജന സുഗന്ധാനുലേപനാദികളാലെ രാജഭോഗങ്ങൾ കൊണ്ട് പൂജിച്ചു യഥോചിതം ലക്ഷ്മണൻ കുതിരയും നടത്തിക്കൊണ്ടു വന്നാൻ. രാക്ഷസപ്രവരനും വൻപടയോടും വന്നാൽ ഭാസ്കരപുത്രൻ കപിസേനയുമായി വന്നാൻ. ഭാസ്കര ശിഷ്യനായ ശ്രീ ഹനുമാനും വന്നാൽ. മാനുഷ നിശാചാര വാനര വീരരെല്ലാം മാനസമൊരുമിച്ചു തങ്ങളിൽ അഭേദമായി തന്നെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ പൊന്നുകൊണ്ടൊരു സീത തന്നെയും നിർമ്മിച്ചുടൻ രാഘവൻ തിരുമടിയാകെയും ദീക്ഷിച്ചതു. നാഗവാസികളെല്ലാം ഹവിർഭാഗം കൊണ്ടാർ കാമ്യങ്ങളായ ധനധാന്യാദി വസ്തുക്കളും ബ്രാഹ്മണക്കനവധി നൽകിയാരെല്ലാവരും. വസ്ത്രകാഞ്ചന രത്നഭൂമി ഗ്രാമങ്ങളും വസ്ത്രങ്ങൾ സുവർണരൂപ്യങ്ങളായുള്ളവയും ഭോജനദാനങ്ങളും എന്തു ചൊല്ലാവതോർത്താൽ ഭാജനമെല്ലാവർക്കും സുവർണമായമത്രേ. ഉർവീ ബാലേന്ദ്രന്മാരും ഉർവീന്ദ ദേവേന്ദ്രന്മാർ സർവാഭിഷ്ടവും ലഭിച്ച് ഏറ്റവും ആനന്ദിച്ചാൽ മർത്യാമർത്യാദി ജന്തു സംശയം തൃപ്തി പൂണ്ടാരിത്തം ഓരോന്ന് യാഗം ചെയ്യുവാറുണ്ടോ കേൾപ്പാൻ. സുത്രാമാകൃതാന്തനും പാശിയും ശശാങ്കനും സുഭ്യജ്ഞാതികളും പണ്ടിങ്ങനെ ചെയ്തില്ലാരും. മർത്യന്മാർക്കടാരാത്രിഞ്ചന്മാരൊരുമിച്ചു വിത്തവും അത്യർത്ഥം വാരിക്കോരി ദാനങ്ങൾ ചെയ്താർ. സൂര്യവംശാലങ്കാരഭൂത രാഘവാജയ ശൗര്യവാരിതേ ജയ രാവണാന്തക ജയ രാമ രാജേന്ദ്ര ദശരഥനന്ദന ജയ രാമ കൗസല്യാത്മജ ഭാഗ്യവാരിതേ ജയ. ഇത്തം ഓരോരോ ജനം പത്തുദിക്കിലും നിന്നു ഭക്തവത്സനെ കൊണ്ടധ്യാനം സ്തുതിക്കയും അശ്രാന്തമശ്വമേധം ഈ ദൃശ്യം വർത്തിക്കുന്നോൾ വിശ്രുതനായ മുനിമുഖ്യനാം വാൽമീകിയും ഋഷ്യകാരാന്തേ കുശലവന്മാരായ നിജ ശിഷ്യന്മാരായി വന്ന് പൂക്കെന്നറിഞ്ഞാലും ബാലകന്മാരോട് അരുൾ ചെയ്തു വാൽമീകിയും. കാലേ പോയി രാമായണം നേരോടെ ഗാനം ചെയ്വിൽ ഭൂദേവ മുനിവര ഭൂപാല സഭാമധ്യേ മാധുര്യത്തോട് ഗാനം ചെയ്താലും രാമായണം. രാജാവ് വിളിപ്പിക്കിൽ നാണം കൂടാതെ ചെന്നു രാജസന്നിധിയിലിരുന്നു ഗാനം ചെയ്വിൻ. ഭൂപതി വീരൻ നിങ്ങൾ ആരെന്ന് ചോദിക്കിലോ താപസകുമാരന്മാർ ഞങ്ങളെന്നുര ചെയ്വിൻ. നിങ്ങൾക്കു സമ്മാനമായി ദാനം നൽകിയിടുകിൽ ഞങ്ങൾക്ക് ഫലമൂലമൊഴിച്ചു വേണ്ടാധനമെന്നരുൾ ചെയ്തു വാങ്ങിയിടായി ഏതും ധനം നിങ്ങളെന്ന് ബോധിപ്പിച്ച ചീണാൽ വാൽമീകിയും വാസരമുഖകൃത്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചു. ഭാസമാനന്മാരായ ബാലന്മാരിരുവരും താപസ ഭൂപാലക ഭൂദേവൻ സഭാമധ്യേ താപസകുമാരന്മാർ ഗാനവും ചെയ്താരല്ലോ. കാവ്യം എത്രയും മനോമോഹനം നാനാജന ശ്രവ്യമെന്നാശു രാമഭദ്രനും കേട്ട നേരം. ബാലകന്മാരെ വരുത്തിയിടുക ചെയ്തു നീലനീരജനേത്ര നന്നേര മമാത്യന്മാർ താപസ ബാലന്മാരെ വരുത്തി. അതു നേരം ഭൂപതി തിലകന് വന്ദിച്ചാരവർകളും ഗാനം ചെയ്യുക നിയോഗിച്ചതു കേട്ട നേരം ആനന്ദം പൂണ്ട് ഗാനം ചെയ്തു ബാലന്മാരും. ചൊല്ലിനാൻ 20 സ്വർഗമെന്നു തന്നെ കല്യാണപ്രദം രാമചരിതം മനോഹരം. എത്രയും ചിത്രം ബാലന്മാർക്കിരുവർക്കും ചിത്തസന്തോഷം വരുമാറുടൻ കൊടുക്കണം സ്വർണവും 18,000 എന്നതും കേട്ട് സുവർണമായ പൊന്നു കൊടുത്താരതു നേരം. ഫലമൂലങ്ങളൊഴിഞ്ഞ എന്തിനു ഞങ്ങൾക്കിതു ഫലമില്ലവ കൊണ്ട് ഞങ്ങൾക്കെന്നറിഞ്ഞാലും അതു കേട്ടവർ ബഹുമാനിച്ചിടേറ്റ മധുമൂല ഗുണവാന്മാരിവരെ എന്നറിഞ്ഞാലും
സാരസവിലോചനൻ ബാലന്മാരോട് ചൊന്നാൻ ആരിതു ചമച്ചതു നിങ്ങളാരിരുവരും? ചമച്ച കവിശ്രേഷ്ഠൻ എവിടെ വസിക്കുന്നു? സമസ്ത വൃത്താന്തം ചൊൽവിനേനതു നേരം. ഇക്കാര്യം ചമച്ചത് വാൽമീകി മഹാമുനി. സ്വർഗവും 500 മുനിശിഷ്യന്മാർ ഞങ്ങൾ. സർഗവും 500 മുനിശിഷ്യന്മാർ ഞങ്ങൾ. ഗോമതി തീരെ മുനീന്ദ്രാശ്രമേ വസിക്കുന്നു. കോമളനായ കാവ്യം കേൾക്കണമെന്നാകിലോ? യജ്ഞകൃത്യാന്തരം മധ്യാഹ്നം കഴിഞ്ഞാലി അജ്ഞാന വിനാശനം കേൾപ്പിക്കാം അഭികിലവും. മന്നവനത് കേട്ട് പിറ്റേ നാളത് കേൾപ്പാൻ തന്നെ ബന്ധുക്കളെയോ മായൊരും വെട്ടാനല്ലോ കൈകേയി തനേനാദി സോദരി വീരന്മാരും സാകേതവാസികളും മന്ത്രികൾ സാമന്തന്മാർ നാനാദേശന്മാരായ ഭൂപാല വീരന്മാരും വാനര കദംബവും രാക്ഷസപ്രരും താപസവരന്മാരും ബ്രാഹ്മണ നികരും വ്യാപാര നിരന്തരന്മാരാകിയ വൈശ്യന്മാരും പാദജാതികളായ നാനാവർണികൾ ശ്വനാദരലാസ്ഥാന സിംഹാസനേ മരുവിനാർ. സരസമായ കാവ്യം കേട്ടൊരു മഹാജനം പരമാനന്ദം കൊണ്ടു ചമഞ്ഞിതെല്ലാവരും. അങ്ങനെ ചിലദിനം കേട്ടു രാമായണം മംഗലപ്രദം മോക്ഷസാധനം മനോഹരം. ഹരേ രാമ കായേന വാചാ മനസ്സേന്ദ്രിയർവ്യാ ബുദ്ധ്യാത്മാ പ്രകൃതോ സ്വഭാവാത് കരോതി യസ്യ സകലം പരസ്മൈ നാരായണേതി സമർപ്പയാമി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.